ഞങ്ങളുടെ ബാക്കിയുള്ള 5 ഗഡീസിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിനു തൃക്കാക്കര, അഖിൽ കവലിയൂർ, ഷാജു ശ്രീദ, ഉണ്ണിലാലു ആൻഡ് ജിബിൻ 5 പേരെ നമ്മളിവിടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഭീഷ്മറിന്റെ സംശയമുണ്ട്, കാരണം സീനിയോറിറ്റിയുടെ കാര്യത്തിൽ എക്സ്പീരിയൻസ് കൊണ്ടാണോ പ്രായം കൊണ്ടാണോ, ഞാൻ എങ്ങനെയാണ് മൈക്ക് ഷാജൻ? പ്രായം കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് പ്രായം കുറഞ്ഞു മതി. എല്ലാവർക്കും നമസ്കാരം. ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരുപാട് വേദികൾ, ഏറ്റവും നല്ല പ്രോഗ്രാമുകളൊക്കെ കാണുമ്പോൾ സ്റ്റേജുകളിൽ ഒന്ന് കയറണമെന്ന് ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു വേദിയിൽ പങ്കെടുക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് സിനിമയിലാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ ഈ സിനിമയിൽ ഞങ്ങളൊരു കൂട്ടായ്മ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. ധ്യാനും വിഷ്ണുവും അഖിലും ഉണ്ണി വിനുവും ജീവനൊക്കെ കൂടെ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാകും. ആ ഒരു കൂട്ടായ്മയിൽ ഏറ്റവും രസകരമായ മുഹൂർത്തങ്ങൾ സിനിമയിൽ ഉടനീളം ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും ശരിക്കും ഒരു ഫൺ മൊമെന്റിലുള്ള ഏറ്റവും രസകരമായ രീതിയിലുള്ള സിനിമ തന്നെയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇനിയും പാട്ടുകൾ കേൾക്കാനുണ്ട്. വലിയ സന്തോഷം. താങ്ക് യു സാർ. വിജയ സാർ പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഈശ്വരത്തിൻ്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമാണ്. 30 ദിവസം ധ്യാനും നമ്മളെല്ലാവരും കൂടെ ഒരു ടെൻഷനും ഇല്ലാതെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നമ്മൾ ആ ലൊക്കേഷനിലെ ക്യാരവാനായിട്ടായിരുന്നു. ഭയങ്കര എന്താണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ധ്യാനക്കായിട്ട് അത്രയും കമ്പനിയായി രാവിലെ എല്ലാവരും സെറ്റ് വന്നതായാലും ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ തന്നൊരു സിനിമയായിരുന്നു ഭീഷ്മർ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും തിയേറ്ററിൽ പോയി കാണണം. നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കും. താങ്ക് യു സോ മച്ച്. അടുത്ത നായകൻ ഉണ്ണിലാലുണ്ട് പറഞ്ഞ് സംസാരിക്കും. നമസ്കാരം. സത്യം പറഞ്ഞ നായകനെയാണെന്നല്ല, ധ്യാൻ ചേട്ടനും വിഷ്ണുവിനാണ് മെയിൻ നായകന്മാർ. പിന്നെ ഈ കോസ്റ്റ്യൂം ഇട്ടുന്നത് കൊളാബ് കിട്ടുന്നതാണ് കോസ്റ്റ്യൂം ഇട്ട് വന്നേക്കണേ. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ ഈ സിനിമ ഭയങ്കര ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഫുൾ ടൈം നമ്മൾ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിന്നെ വിജയേട്ടൻ ഞങ്ങളെ സ്വന്തം പിള്ളേരെ പോലെ ഭയങ്കരമായിട്ട് ഞങ്ങളെ ട്രെയിൻ ചെയ്തിരുന്നു എല്ലാ രീതിയിലും. അപ്പം കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും ക്രൂവിൻ്റെ കൂടെ ഞാനൊരു പടം ചെയ്യുന്നത്. ഇപ്പോൾ സെറ്റിലാണ് ഒരുപാട് പേരുണ്ടായിരുന്നു. സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സോ ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരിക്കും. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ധ്യാൻ ചേട്ടൻ്റെ ഒരു കിളൻ പെർഫോമൻസ് ഈ പടത്തിലുണ്ട്. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം. ഉണ്ട് എനിക്ക് അറിയാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. പടം എല്ലാവരും കാണണം. മാർച്ച് 20 അല്ലേ? മാർച്ച് 20 റിലീസ്. എല്ലാവരും കാണണം. താങ്ക് യു. നമസ്കാരം. വിജയൻ സാറിൻ്റെ കൂടെ ഇപ്പോൾ കഴിഞ്ഞ ചിത്തിനി എന്ന് പറയുന്ന സിനിമ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ വളരെ രസകരമായിട്ടുള്ള ഈ ദിവസങ്ങൾ എനിക്കൊന്നും അല്ലേ നല്ല രസമായിട്ട് തീർന്നൊരു സിനിമയാണ്. തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു സിനിമയിലെ പോലെ മൂവി മേക്കിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് റിലീസ് ചെയ്താലും നല്ല ഹിറ്റാവാൻ സാധ്യതയുണ്ട്. അമ്മാതിരി പരിപാടികളൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമ ഡബൊക്കെ ചെയ്ത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എന്നെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, വിജയ് സാറ് വിളിച്ചിട്ട് പറഞ്ഞു, ഈ സിനിമയിലൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പാട്ട് പാടുന്നത് ഒരു പാട്ട് പാടണം. വേറെ ആരും ഒന്ന് പാടി അത് ശരിയായില്ലെന്നല്ല, അലമ്പാക്കി പാടാൻ ഒരാളെ വേണം. അപ്പോൾ ഈ പാട്ട് ഒന്ന് അലമ്പാക്കി തരുമെന്ന് പറഞ്ഞു. എന്തോ കള്ളു കുടിച്ചിട്ട് പാടുന്ന പാട്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നു, ആ പാട്ട് പാടി. അത് കുഴപ്പമില്ലാതെ അലമ്പായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ സിനിമ പാട്ട് പാടി അലമ്പ് പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. മാർച്ച് 20 ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വിജയേട്ടൻ്റെ ഈ സിനിമയിൽ ഞാനില്ല. സിനിമ പല കാരണങ്ങൾ കൊണ്ടും സിനിമ നഷ്ടപ്പെടാറുണ്ട്. നമുക്ക് ഏത് സിനിമ നഷ്ടപ്പെടുമ്പോഴും സങ്കടം തോന്നാറുണ്ട്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ സങ്കടം. കാരണം 2-3 ദിവസം റോളായിരുന്നെങ്കിൽ പോലും ഏതോ ഒരു പടമായിട്ട് ക്ലാഷായിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പകരം അഭിനയിച്ചത് ആരെന്ന് ചോദിച്ചപ്പോൾ കണ്ടാൽ ചിലപ്പോൾ എനിക്ക് ഇരിക്കാൻ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിലൂടെ അതങ്ങ് അവസാനിക്കട്ടെ.